ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കുന്നവരെ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് സക്സസ് ആവും എന്നുള്ളത്. ഇത് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്ന പുളിയച്ചാറുണ്ടല്ലോ അതാണ് കേട്ടോ. പക്ഷെ അത്ര കളറില്ല എന്നുള്ളൂ, ടേസ്റ്റ് എക്സാക്റ്റ് അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അന്ന് തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി. ഞാൻ പല തെറ്റിദ്ധാരണകളും ആയിരുന്നു കേട്ടോ ചെറുപ്പത്തിലൊക്കെ. എനിക്ക് ഓരോരുത്തർ അത് വെച്ചിട്ടാണ് ഈ പുളിയച്ചാറുണ്ടാക്കി, ഇത് വെച്ചിട്ടാണ് ഈ പുളിയച്ചാറുണ്ടാക്കുന്നത്. ശരിക്കും ഈ ഒരു ബെറി ആപ്പിൾ വെച്ചിട്ട് അഥവാ നമ്മുടെ ഇളന്തപ്പഴം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അത്ര ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ശരിക്കും ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ട സമയത്ത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡ്, ഈ ഒരു കുരു കണ്ടാൽ അറിയാൻ പറ്റും. അത് ഈ ഒരു ടൈപ്പിലുള്ള കുരുവാണല്ലോ നമുക്ക് പുളിയച്ചാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടാറുണ്ടായിരുന്നത്. അതിങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ തുപ്പിക്കളയും ആ രീതിയിൽ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ഫ്രൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 അച്ച് ശർക്കര, 1 കിലോ ഫ്രൂട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 അച്ച് ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു, 2 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, കൂടി പോവേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. കൂടുതൽ വേണ്ട കേട്ടോ, കൂടുതലായി നമുക്ക് ഇത് ഉണക്കിയെടുക്കാനുള്ളതാണ്. ഉണങ്ങി വരുമ്പോഴേക്കത് ഒരുപാട് അങ്ങ് കുത്തൽ വരും. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കുരു ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് സെയിം എക്സാക്റ്റ് അതേപോലെ ആ കുരുവൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ ഊമ്പിയിട്ട് കളയാൻ വേണ്ടിയിട്ട് ആ കുരു ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ചങ്ങ് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക, തിന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുക കേട്ടോ വേണ്ടത്. സെയിം എക്സാക്റ്റ് കളറ് കിട്ടാത്തത് ചിലപ്പോൾ ശർക്കര നല്ല കളറ് ഡാർക്ക് ശർക്കര എടുക്കാത്തതുകൊണ്ടാവും. പിന്നെ ഇത് ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്രൗൺ കളർ ആയതുണ്ടാവില്ലേ, കുറച്ചൊക്കെ പഴുത്തിട്ട് ഉണങ്ങിയ പോലെ ഉള്ളത്, അത് എടുക്കുക കേട്ടോ ഇതിന് ഏറ്റവും ബെറ്റർ. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 ദിവസം ഉണക്കിയെടുത്തതാട്ടോ, വെയിലത്ത് വെച്ചിട്ട് നെറ്റൊക്കെ വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കഴിക്കുമ്പോഴാട്ടോ, ഉണങ്ങിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് എക്സാക്റ്റ് അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. ഉണങ്ങുന്നതിന് മുന്നേ ആ ഒരു പച്ചയിൽ നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഉണങ്ങിയ ശേഷം നമുക്കത് കഴിക്കുമ്പോൾ എക്സാക്റ്റ് അതേ ടേസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കവറിലൊക്കെ ആക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ഇളന്തപ്പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്കിത് സക്സസ് ആയിട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. നമുക്ക് വീട്ടിൽ വിശ്വസിച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പണ്ട് ഉമ്മയൊക്കെ പറയുന്ന പോലെ അണ്ണാച്ചികൾ അത് ഉണ്ടാക്കുന്ന ഉമ്മ എന്നെ വാങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ വാങ്ങി കഴിക്കുമായിരുന്നു. അത്രയും ഇഷ്ടമായിരുന്നു ഇത്. നൊസ്റ്റാൾജിക് ഫീലിങ്സ് വന്നു കേട്ടോ ഇത് കഴിച്ച സമയത്ത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്